എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. ഒമാനിലേക്ക് വേക്കൻസി ഉണ്ട്, UAE-യിലേക്കുണ്ട്, സൗദി അറേബ്യയിലേക്കും ജോലി ഒഴിവുകളുണ്ട്. അപ്പോൾ ജോലികളുടെ ഒട്ടുമിക്ക കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം ഏതെങ്കിലും ജോലിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് പറയാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ CV അയച്ചു തരാനും മറന്നു പോകരുത്. ജോലി അന്വേഷിക്കുന്ന, ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഒമാനിലേക്കാണ്. ഒമാനിലേക്ക് റെസ്റ്റോറന്റിലേക്ക് വെയിറ്റർമാരെ ആവശ്യമുണ്ട്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള 21നും 30നും ഇടയിൽ പ്രായമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല. 30ന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷോ മറ്റു ഭാഷയോ കൈകാര്യം ചെയ്യാൻ കഴിയണം എന്നില്ല, നിർബന്ധമില്ല. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും, അതായത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് റെസ്റ്റോറന്റ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. ഡോക്യുമെന്റ് സെലക്ഷൻ മാത്രമാണ് ഉണ്ടാവുക. ഡോക്യുമെന്റ് സെലക്ഷന്റെ റിസൾട്ട് നമുക്ക് 3 ദിവസത്തിനുള്ളിൽ അറിയാൻ കഴിയും. ആ റിസൾട്ട് നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 21 ദിവസത്തിനുള്ളിൽ 3 ആഴ്ചക്കുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഒമാനിലേക്ക് വന്നിട്ടുള്ള ഈ വെയിറ്റർ വേക്കൻസി. സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 120 ഒമാൻ റിയാൽ ആയിരിക്കും സാലറി ഉണ്ടാവുക. 120 ഒമാൻ റിയാൽ എത്രയാണെന്നുള്ളത് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്, ഇന്ത്യൻ മണി. അപ്പോൾ ഈ ഒരു സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. ഈ സാലറിക്ക് പുറമെ ഫുഡും അക്കോമഡേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടാവുക. 2 വർഷം നിങ്ങൾ അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീക്ക്ലി മന്ത്ലി ഓഫ് കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. ഓഫ്കോഴ്സ് റെസ്റ്റോറന്റ് ഫീൽഡ് ആയതുകൊണ്ട് വീക്ക്ലി മന്ത്ലി ഇവിടെ നിങ്ങൾക്ക് ലീവ് കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. മെഡിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീവ് എടുക്കാമെന്നേ ഉള്ളൂ. വീക്ക്ലി ലീവില്ല, മന്ത്ലി ലീവില്ല. അതേപോലെ തന്നെ 120 ഒമാൻ റിയാലാണ് സാലറി. ഫുഡും റൂമും ഉണ്ടായിരിക്കും. 2 വർഷത്തെ കോൺട്രാക്ട് വിസ ആയിരിക്കും ഉണ്ടാവുക. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. 21നും 30നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. താല്പര്യമുള്ളവർ നിങ്ങളുടെ CV എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി UAE-യിലേക്കാണ്, ദുബായിലേക്കാണ്. ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട്. ഇതിലേക്ക് 21നും 35നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളും ആയിരിക്കണം. കൂടാതെ 175 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം. 60 കിലോക്ക് മുകളിൽ വെയിറ്റും ഉണ്ടായിരിക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ബേസിക് എന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയണം. കാരണം നിങ്ങൾ ദുബായിലാണ് സെക്യൂരിറ്റി ഗാർഡ് ആയിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ദുബായ് അറിയാലോ, ലോകത്തിലെ എല്ലാ നാട്ടുകാരും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അവർ പറയുന്നത് മനസ്സിലാക്കാനും അവരോട് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് കരുതി ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 1700 UAE ദിർഹമായിരിക്കും ഇവിടെ സാലറി ഉണ്ടാവുക. ഫുഡ് ഉണ്ടാവുകയില്ല. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുമ്പോൾ 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. 10 to 12 മണിക്കൂർ എന്തായാലും ഡ്യൂട്ടി ഉണ്ടായിരിക്കും. എന്തായാലും 8 മണിക്കൂറൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക. സെക്യൂരിറ്റി ഗാർഡ് ജോബ് എല്ലാം 10 to 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന മാനേജറുടെ സ്വഭാവം പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ടൈം എല്ലാം കിട്ടുന്നത്, ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, എല്ലാ ദിവസവും, അതായത് ഒരു മാസം മുഴുവനായിട്ട് നിങ്ങൾ സ്ഥിരം ഒരു കമ്പനിയിലായിരിക്കില്ല വർക്ക് ചെയ്യുക. ഒരുപക്ഷെ ഇന്ന് അൽമദീനയിലാണെങ്കിൽ നാളെ ലുലുവിലായിരിക്കും, മറ്റന്നാൾ സഫാരിയിലായിരിക്കും, അല്ലെങ്കിൽ ദുബായ് മാളിലായിരിക്കും. അങ്ങനെ ഡെയിലി ചിലപ്പോൾ മാറും. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യും. അതിനായിട്ട് നിങ്ങൾ പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. ഫുഡ് ഉണ്ടാവുകയില്ല. 1700 ദിർഹം സാലറി, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ അതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ ഉണ്ടാവുക. ഇന്റർവ്യൂ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. അധികം കാലമൊന്നും നിങ്ങൾക്ക് ഇതിലേക്ക് പ്രോസസിംഗ് ടൈമായിട്ട് എടുക്കാറില്ല. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 21നും 35നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള 175 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉള്ള, അതേപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള, അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന യുവാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്, റിയാദിലേക്കാണ്. റിയാദിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്.
100ഓളം പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത്. ഹൗസ് ഡ്രൈവർ കമ്പനിയിലേക്കോ എന്ന് ചിന്തിക്കേണ്ട, കമ്പനിയിലേക്ക് തന്നെയാണ്. ഇത് ഹൗസ് ഡ്രൈവർമാരെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. 100ഓളം പേരെയാണ് ആവശ്യമുള്ളത്. കഫീൽ വിസയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കഫീലല്ല നിങ്ങൾക്ക് സാലറി തരിക. ഈ ഒരു കമ്പനി ആയിരിക്കും നിങ്ങൾക്ക് സാലറി തരിക. എന്നാൽ ഇവിടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമുള്ളവരെ പരിഗണിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിരിക്കണം. കൂടാതെ 25നും 40നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. ECR, ECNR പാസ്പോർട്ട് ഉള്ളവരെ ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാനുവൽ കാറുകളും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് കാറുകളും ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. GPS നോക്കാൻ അറിയുള്ളവരായിരിക്കണം. അതേപോലെ തന്നെ സൗദിയുടെ നിയമകാര്യങ്ങളെല്ലാം അറിയുന്ന ആളുകളായിരിക്കണം. 100ഓളം പേരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത്. സാലറി വരുന്നത് 1700 റിയാൽ ആയിരിക്കും. 1500 പ്ലസ് 200, 1700 സൗദി റിയാൽ ആയിരിക്കും സാലറി ഉണ്ടാവുക. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. CV സെലക്ഷൻ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത്. അതായത് ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളും ഉണ്ടാവുകയില്ല. 2 വർഷത്തെ കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടാവുക. മറ്റു മെഡിക്കലും അതേപോലെ തന്നെ ലീവ് ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം സൗദി ലേബർ ലോ പ്രകാരമായിരിക്കും. ഇതൊരു കഫീൽ വിസ അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ് കാര്യങ്ങളും, സൗദിയിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉള്ള എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ് കാര്യങ്ങളും, അത് മെഡിക്കൽ ആണെങ്കിലും മറ്റു ലീവ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. അതേപോലെ തന്നെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു കമ്പനിയുടെ സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വീട്ടിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ആ വീട്ടിലേക്കുള്ള യാത്ര അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി UAE-യിലേക്കാണ്. UAE-യിലേക്ക് ദുബായിലേക്ക് വെയർ ഹൗസ് ലേബർ ആയിട്ട് വേക്കൻസി ഉണ്ട്. നമ്മൾ ഇതിന് മുന്നേയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വേക്കൻസി ആയിരുന്നു. ഒരാഴ്ച മുൻപ് വരെ അതിന്റെ 2 ഇന്റർവ്യൂ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഇന്റർവ്യൂ കൂടെ വരുന്നുണ്ട്. അത് ഈ ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. ഡേറ്റ് കൺഫേം ആയിട്ടില്ല, പക്ഷേ ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. ഈ ഒരു വീക്കിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. ദുബായിലേക്ക് വെയർ ഹൗസ് ഹെൽപ്പർ എന്നൊരു പോസ്റ്റിലേക്കാണ് വേക്കൻസി വരുന്നത്. 10ാം ക്ലാസ് പാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ 10+2 ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള 21നും 32നും ഇടയിൽ പ്രായമുള്ള 10+2 എന്നീ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല. +2 ക്വാളിഫിക്കേഷൻ മുകളിൽ ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല. നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല എന്നതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1350 UAE ദിർഹമായിരിക്കും സാലറി ഉണ്ടാവുക പ്ലസ് ഓവർ ടൈം. 10 മണിക്കൂർ ഡ്യൂട്ടി, നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ഓവർ ടൈം എടുക്കാം. 1350 UAE ദിർഹം എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കൂടാതെ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിച്ചൺ ഫെസിലിറ്റിയും ഉണ്ടായിരിക്കും, എന്നാൽ ഫുഡ് ഉണ്ടാവുകയില്ല. കിച്ചൺ ഫെസിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഫുഡ് വെക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും, എന്നാൽ ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കിച്ചൺ ഫെസിലിറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റു ബെനിഫിറ്റുകളെല്ലാം തന്നെ UAE ലേബർ ലോ പ്രകാരമായിരിക്കും ഉണ്ടാവുക. ക്ലയന്റ് ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു വീക്കിൽ തന്നെ, ഈ ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഇന്റർവ്യൂ നടക്കും. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. മലപ്പുറത്ത് വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ നടക്കുക. അപ്പോൾ ഈ ഒരു ജോലിയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി UAE-യിലേക്കാണ്, ദുബായിലേക്കാണ്. ദുബായിലേക്ക് ടാക്സി ഡ്രൈവർ ആയിട്ട് വേക്കൻസി ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, അതെടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രായം 21നും 40നും ഇടയിലാണെങ്കിൽ, നിങ്ങൾക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. കമ്പനി ഡയറക്ഷൻ നടത്തുന്ന ഇന്റർവ്യൂ ആണ്. അതുവഴി നിങ്ങൾക്ക് സെലക്ഷൻ നേടാവുന്നതാണ്. ഈ ഒരു ജോലിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വേറെ വേക്കൻസി ഒന്നും ഇനി നമുക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു ഭാഗം കണ്ടാൽ മതി. അല്ലാത്തവർ വീഡിയോ ക്ലോസ് ചെയ്ത് പോയിക്കോളൂ. വേറെ ജോലിയൊന്നും നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല. ഓക്കെ, ദുബായിലേക്ക് ടാക്സി ഡ്രൈവർ, ദുബായ് RTOക്ക് കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരിക. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിയണം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വേണം. 21നും 40നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. 41 to 45 വയസ്സ് വരെ ഇതിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത പലരും തന്നെ ഫെയിൽ ആയിട്ടുണ്ട്. 41 to 45 വയസ്സിനിടയിൽ പ്രായമുള്ളവരെ ഇതിലേക്ക് പോവേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരുപാട് പേര് ഫെയിൽ ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അപ്പം കമ്പനി 45 വയസ്സ് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വെറുതെ നിങ്ങളുടെ സമയവും അതേപോലെ തന്നെ നിങ്ങളുടെ പൈസയും കളഞ്ഞ് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാര്യമില്ലല്ലോ. പാസ്സാവില്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ
സാധ്യത കുറവാണെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ പിന്നെ അതിന് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തു തരാം, യാതൊരു കുഴപ്പമില്ല. ഈ ഒരു ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ വിസക്കും ടിക്കറ്റ് മെഡിക്കൽ കാര്യങ്ങളെല്ലാം എടുക്കേണ്ടി വരും, അതിന് ചെലവ് വരും. പുറമെ നിങ്ങൾക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള എക്സ്പെൻസ് വരും. ആ UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള എക്സ്പെൻസ് കമ്പനി നിങ്ങളുടെ സാലറിയിൽ നിന്നായിരിക്കും കട്ട് ചെയ്യുക. പതിയെ ആയിരിക്കും കട്ട് ചെയ്യുക. 2 വർഷത്തെ കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടാവുക, റിന്യൂവൽ ആണ്. നിങ്ങൾക്ക് 2 വർഷത്തിന് ശേഷം ആ ഒരു കമ്പനിയിൽ തന്നെ തുടരണമെങ്കിൽ തുടരാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ UAE ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും, നിങ്ങൾക്ക് മറ്റേതെങ്കിലും കമ്പനിയിൽ മറ്റേതെങ്കിലും ഫീൽഡിൽ ജോലി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എന്തായാലും 2 വർഷം ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു ജോലിയുടെ കാര്യം സംസാരിക്കുമ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇവിടെ നിന്ന് ഇന്റർവ്യൂ പാസ്സായി ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് അലവൻസ് കാര്യങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതുവരെ? UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരെ. അതിനുശേഷമുള്ള അക്കോമഡേഷൻ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ സ്വയം നോക്കേണ്ടി വരും. കമ്പനി ഒന്നും തന്നെ അറിയുകയില്ല. അതേപോലെ തന്നെ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് കമ്പനി ലൈസൻസ് എടുത്തു തരും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, കമ്പനി നിങ്ങൾക്ക് ലൈസൻസ് എടുത്തു തരും. പക്ഷേ ലൈസൻസ് എടുക്കാതെ നിങ്ങൾക്ക് കമ്പനിയുടെ കീഴിൽ ഡ്രൈവറായിട്ട് ജോലി നേടാൻ കഴിയില്ല, ജോലി ചെയ്യാൻ കഴിയില്ല. ലൈസൻസ് എപ്പോൾ നിങ്ങൾ ലഭിക്കുന്നോ, എനിക്ക് തോന്നുന്നു 3-4 ചാൻസ് ആണ് ഉണ്ടാവുക കമ്പനി നിങ്ങൾക്ക് തരിക. ആ ഒരു 3 അല്ലെങ്കിൽ 4 ചാൻസിനുള്ളിൽ നിങ്ങൾ പാസ്സായിരിക്കണം. അതുവരെ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ, ഒരു പണിയും ഇല്ല, ആ രീതിയിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മാനസികമായിട്ട് ചില വിഷമങ്ങൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും വരും, ഉറപ്പാണ്. നിങ്ങൾക്ക് നാട്ടിൽ ഒരുപാട് കടയുണ്ട്, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വീട്ടുകാർ ജീവിക്കുന്നത് എങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, കാരണം കമ്പനി പൈസ കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് ടെസ്റ്റ് ഒന്നും ചെയ്യിപ്പിക്കാതെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് തരുന്നതല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റിന് പങ്കെടുക്കണം, ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തില്ലേ, അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ റിഹേഴ്സൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ആ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരിക്കും, തിയറി ക്ലാസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ശേഷമായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവുക, മെയിൻ ടെസ്റ്റ് ഉണ്ടാവുക. അത് നിങ്ങൾ പാസ്സാവണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ. ലൈസൻസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ, ഫസ്റ്റ് ചാൻസിൽ ലൈസൻസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അതിലെങ്കിലും എടുക്കണം. അതും എടുക്കാൻ പറ്റില്ലെങ്കിൽ തേർഡ് ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ 3-4 ചാൻസ് കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ലൈസൻസ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയുന്നവർ മാത്രം ഈ ഒരു വേക്കൻസിയിലേക്ക് പോയാൽ മതി, അല്ലാത്തവർ പോയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇവിടെ വണ്ടി ഓട്ടാൻ അറിയാത്തവൻ അവിടെ പോയിട്ട് കൂടുതൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവും ഭാഗ്യവും പോലെ ഇരിക്കും നിങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുന്നത്. അത് ഏത് രാജ്യത്തെ ലൈസൻസ് ആണ് എങ്കിലും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ കഴിവും ഭാഗ്യം പോലെ ഇരിക്കും. ആ ഒരു സമയത്തെ കോൺഫിഡൻസ് നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പോവും, മൊത്തത്തിൽ ആകെ പ്രശ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കഴിവ് വേണം, ഭാഗ്യം വേണം, നന്നായിട്ട് കോൺഫിഡൻസും വേണം, നന്നായിട്ട് ശ്രദ്ധ വേണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അല്ലാത്തവർ ദയവ് ചെയ്ത് പോവേണ്ടതില്ല. ഇവിടെ വണ്ടി ഓട്ടി ശീലമില്ലാത്തവരൊന്നും നന്നായിട്ട് ഏൺ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഷുവറായിട്ടും 40,000 രൂപക്ക് മുകളിൽ ദുബായിൽ ടാക്സി ഓടിയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതിൽ യാതൊരു സംശയമില്ല. ലൈസൻസ് കിട്ടി നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 40,000 to 80,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഏൺ ചെയ്യാൻ കഴിയും. അതിലൊന്നും ആർക്കും തന്നെ സംശയമില്ല. പക്ഷേ വണ്ടി ഓട്ടാൻ അറിയണം, കാർ ഓടിക്കാൻ അറിയണം, നന്നായിട്ട് നിങ്ങളുടെ കഴിവുണ്ടായിരിക്കണം, ഭാഗ്യം നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരിക്കണം, ശ്രദ്ധ ഉണ്ടായിരിക്കണം, നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അല്ലാത്തൊരു ഇതിന് പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലൈസൻസ് എടുക്കുന്നവരെ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുടുംബമാണ് നാട്ടിലെങ്കിൽ നിങ്ങൾക്ക് സാലറി കാര്യങ്ങൾ ഉണ്ടാവില്ല, അവരിവിടെ ഇടങ്ങറാവും, നിങ്ങൾ അതും ആലോചിച്ച് അവിടെ ഇടങ്ങറാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് നീങ്ങണ്ട. നിങ്ങൾക്ക് നന്നായിട്ട് വണ്ടി ഓട്ടാൻ അറിയും, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഫസ്റ്റ് ചാൻസിൽ അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസിലൊക്കെ ഞാൻ പാസ്സാവും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോളൂ. കാരണം നല്ല അവസരമാണ്. UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയും ജോലി കിട്ടും, യാതൊരു സംശയം അതിലൊന്നുമില്ല. UAE തന്നെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യാനും കഴിയും. ഓക്കെ, ദുബായ് ലൈസൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ CV അയച്ചു തരാനും മറന്നു പോരുത്. ഇന്റർവ്യൂ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.